ജീവിതത്തിലെ ഏത് വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയേറിയ ആയുധമാണ് ശാന്തമായ മനസ്സ്. മനസ്സുണ്ടോ മാർഗമുണ്ടോ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? മനുഷ്യരുടെ മനസ്സിൻ്റെ ശക്തി എന്താണ് എന്ന് ലോകത്തിലെ പല നേതാക്കളും തെളിയിച്ചിട്ടുണ്ട്. ഒരാൾ ശക്തനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അയാളുടെ ശാരീരിക ശക്തിയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ വിലയിരുത്തുന്നതും. ശാരീരിക ക്ഷമത ഭൗതികമായ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ശക്തിവിശേഷമാണ്. എന്നാൽ മാനസികമായ ശക്തി എന്ന് പറയുന്നത് അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്ന മറ്റൊരു പ്രത്യേക സവിശേഷതയുമാണ്. കായിക ബലമൊക്കെ ക്ഷയിച്ചു പോകും. ആ ശക്തിയൊന്നും അധികം നീണ്ടു നിൽക്കുകയുമില്ല. അതിശക്തനായ കായബലമുള്ള ഒരാളുടെ ശരീരബലത്തിൻ്റെ 4/1 ശക്തി പോലും ചിലപ്പോൾ അയാളുടെ മനസ്സിൽ ഉണ്ടാകണമെന്നുമില്ല. കായിക ബലം കൊണ്ട് ഏത് വെല്ലുവിളികളെയും നേരിടാമെന്നുള്ള ചിന്ത മൗഢ്യമാണ്. ലോകത്തെ അതിശക്തരായ ചക്രവർത്തിമാരും രാഷ്ട്ര നേതാക്കളും മറ്റു ഉന്നത വ്യക്തിത്വങ്ങളും ഒക്കെ പതറാതെ നിൽക്കുന്നതും അവരുടെ മനസ്സിൻ്റെ ഉറപ്പ് കൊണ്ടാണ്. ഇങ്ങനെ പറയുമ്പോൾ അവർ കഠിനമായ ഹൃദയമുള്ള ആളുകളായിരിക്കുമെന്ന് വിചാരിക്കേണ്ട. അവരുടെ മനസ്സ് ഓളങ്ങളില്ലാത്ത ജലാശയം പോലെ ശാന്തമായിരിക്കാം. മെല്ലെ വീശുന്ന ഇളങ്കാറ്റ് പോലെയുമായിരിക്കും. നറുനിലാവ് പെയ്യുന്ന തണുത്ത രാത്രി പോലെയായിരിക്കും. അത്രയും ശാന്തമാണെങ്കിലും അത്രയും തന്നെ ഗംഭീരമായിരിക്കും അവരുടെ മനസ്സ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവരുടെ മുന്നിൽ അത് തകരുന്നത് ഈ പ്രത്യേകത കൊണ്ടാണ്. കാരണം ശാന്തമായ മനസ്സിൽ ഉചിതമായ തീരുമാനങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ആ തീരുമാനം അവരുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും. അതുകൊണ്ട് വികാരവിക്ഷോഭത്തിനൊന്നും അടിപ്പെടാതെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക. ഉചിതമായ തീരുമാനത്തിന് ശാന്തമായ മനസ്സ് ആണ് കൂട്ട് എപ്പോഴും ഉണ്ടാവുക എന്ന് ഓർക്കുക. ശുഭദിനം.